വെൽക്കം ടു ഫസ്ലു ടെക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചാർജറാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാർജറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിജിറ്റൽ ചാർജറാണ്. നമുക്ക് എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഡിജിറ്റലായിട്ട് നമുക്കിവിടെ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഐഫിക്സ് എന്ന ബ്രാൻഡിൻ്റെ ഐഫിക്സ് ടർബോ ചാർജറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ചാർജർ തന്നെയാണിത്. ഈ ഒരു ബ്രാൻഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ, അതായത് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ മറ്റ് സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെയാണ്, ആക്സസറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഈ ഒരു ചാർജർ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തീർച്ചയായിട്ടും വാങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ചാർജർ അവൈലബിൾ ആണ്. 995 രൂപയാണ് ഇതിൽ MRP വരുന്നത്. പക്ഷേ ഏകദേശം 450-500 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓൺലൈനിൽ അതുപോലെ തന്നെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബോക്സിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു USB Type-C USB കേബിളും അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഇതിൽ qualcomm ക്വിക്ക് ചാർജ് 3.0 എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഫിക്സിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ കാണിക്കും. നല്ലൊരു ക്വാളിറ്റി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ വാങ്ങുന്ന അധിക ചാർജറുകൾ പെട്ടെന്ന് ഡാമേജ് ആകുന്നൊരു പ്രവണത ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കൊന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ള ഒരു കേബിൾ തന്നെയാണിത്. നമുക്ക് ചാർജർ ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇതുപോലെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കും. പിന്നെ ചാർജിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ക്വിക്ക് ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഇത് ക്വിക്ക് ചാർജ്, അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാർജർ സപ്പോർട്ട് ആവുള്ളൂ. അതായത് ഫാസ്റ്റ് ചാർജിങ് നടക്കുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ചാർജിങ് മാത്രമായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഗുഡ് ബൈ.